നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എതിരാളികൾ പോലും അംഗീകരിച്ചു. രാജ്യത്ത് 5 പേർക്ക് പത്മവിഭൂഷൺ, 17 പേർക്ക് പത്മഭൂഷൺ, ആകെ 132 പുരസ്കാരങ്ങൾ. കേരളത്തിൽ നിന്ന് 3 പേർക്ക് പത്മശ്രീ. രാജ്യത്തെ ആദ്യ വനിതാ പാപ്പാനും പുരസ്കാരം. 6 പേർക്ക് കീർത്തിചക്ര, 6 മലയാളികൾക്ക് പരംവിശിഷ്ട സേവാ മെഡൽ. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കവേ വിവിധ വിഭാഗങ്ങളിലായി 2024 പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആകെ 132 പേരാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾക്ക് അർഹരായത്. 5 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം, 17 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ വിവിധ വിഭാഗങ്ങളിലെ പത്മശ്രീ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു, തെന്നിന്ത്യൻ നടൻ ചിരഞ്ജീവി, വൈജയന്തി മാല, പത്മ സുബ്രഹ്മണ്യം, ബിന്ദേശ്വർ പഥക് എന്നീ 5 പേർക്കാണ് പത്മവിഭൂഷൺ. വിജയകാന്ത്, ജസ്റ്റിസ് ഫാത്തിമ ബീവി, ഉഷ ഉദുപ്, ഒ രാജഗോപാൽ ഉൾപ്പെടെ 17 പേർക്കാണ് പത്മഭൂഷൺ. 110 പേർക്കാണ് വിവിധ വിഭാഗങ്ങളിലായി പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൽ നിന്ന് ചിത്രൻ നമ്പൂതിരിപ്പാടിനും അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിക്കും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ബിന്ദേശ്വർ പഥക്കിനും ചിത്രൻ നമ്പൂതിരിപ്പാടിനും ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും വിജയകാന്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം. നേരത്തെ ആദ്യ പട്ടിക പുറത്തുവിട്ടപ്പോൾ കേരളത്തിൽ നിന്നുള്ള 3 പേരാണ് പുരസ്കാരത്തിന് അർഹരായിരുന്നത്. കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ EP നാരായണൻ, കാസർകോട്ടെ നെൽ കർഷകൻ സത്യനാരായണ ബലേരി എന്നിവരാണ് പുരസ്കാരം നേടിയത്. സാധാരണക്കാരായ പ്രതിഭകളുടെ പട്ടികയിലാണ് 3 പേരും പുരസ്കാരത്തിന് അർഹമായത്. ഇതിന് പിന്നാലെയാണ് പത്മവിഭൂഷൺ പുരസ്കാരം ഉൾപ്പെടെ പ്രഖ്യാപിച്ചത്. ഈ അംഗീകാരം തന്നതിൽ നന്ദിയുണ്ടെന്നും അംഗീകാരം സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നുവെന്നും മുതിർന്ന ഒ രാജഗോപാൽ പറഞ്ഞു. ജീവിതത്തിലെ പ്രധാന നാഴികക്കല്ലായി ഇത് കാണുന്നുവെന്നും അംഗീകാരത്തിനു വേണ്ടി പുറകെ നടന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീണ്ട കാലത്തെ കലാജീവിതത്തിന് കിട്ടിയ അംഗീകാരമെന്ന് സദനം ബാലകൃഷ്ണൻ പറഞ്ഞു. 67 വർഷം കഥകളിയോടൊപ്പമായിരുന്നു പുരസ്കാരം ഗുരുനാഥന്മാർക്ക് സമർപ്പിക്കുന്നുവെന്നും കഥകളിക്ക് കിട്ടിയ അംഗീകാരമായി കണക്കാക്കുന്നുവെന്നും സദനം ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനായ അസം സ്വദേശി പാർബതി ബർവ, ആദിവാസി സാമൂഹ്യ പ്രവർത്തകനായ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ജഗേശ്വർ യാദവ്, ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ഝാർഖണ്ഡിൽ നിന്നുള്ള ചാമി മുർമു, ഭിന്നശേഷിക്കാരനായ സാമൂഹിക പ്രവർത്തകനായ ഹരിയാനയിൽ നിന്നുള്ള ഗുർവീന്ദർ സിംഗ്, ഗോത്ര പരിസ്ഥിതി പ്രവർത്തകനായ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ദുഖു മാജി, മിസോറാമിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകൻ സംഗതൻ കിമ, പരമ്പരാഗത ആയുർവേദ ചികിത്സകനായ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഹേമചന്ദ് മാഞ്ചി, അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ആയുർവേദ ചികിത്സകനായ യാനുങ് ജാമോ ലേഗോ, കർണാടകയിൽ നിന്നുള്ള ഗോത്ര സാമൂഹിക പ്രവർത്തകൻ സോമണ്ണ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ 34 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. രാഷ്ട്രപതിയുടെ സേനാ മെഡലുകളും പ്രഖ്യാപിച്ചു. ഇത്തവണ 80 പേർക്കാണ് രാഷ്ട്രപതിയുടെ ധീരതയ്ക്കുള്ള സൈനിക പുരസ്കാരങ്ങൾ ലഭിക്കുക. ഇന്ന് 3 കീർത്തിചക്ര ഉൾപ്പെടെ 12 സേനാ മെഡലുകൾ മരണാനന്തര ബഹുമതിയായിട്ടാണ് നൽകുക. ക്യാപ്റ്റൻ അനുഷ്മാൻ സിംഗ്, ഹവീൽദാർ അബ്ദുൾ മജീദ്, ഷിപ്പോയി പവൻ കുമാർ എന്നിവർക്ക് കീർത്തിചക്ര മരണാനന്തര ബഹുമതിയായാണ് നൽകുക. ആകെ 6 കീർത്തിചക്ര, 16 ശൗര്യചക്ര, 53 സേനാ മെഡലുകൾ എന്നിവയാണ് പ്രഖ്യാപിച്ചത്. ഒരു നാവികസേനാ മെഡലും 4 വ്യോമസേനാ മെഡലുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 311 വിശിഷ്ട സേവാ മെഡലുകളും പ്രഖ്യാപിച്ചു. 6 മലയാളികൾക്ക് പരം വിശിഷ്ട സേവാ മെഡൽ ലഭിക്കും. ലഫ്റ്റനന്റ് ജനറൽ PGK മേനോൻ, ലഫ്റ്റനന്റ് ജനറൽ അരുൺ അനന്തനാരായണൻ, ലഫ്റ്റനന്റ് ജനറൽ അജിത് നീലകണ്ഠൻ, ലഫ്റ്റനന്റ് ജനറൽ മാധവൻ ഉണ്ണികൃഷ്ണൻ, ലഫ്റ്റനന്റ് ജനറൽ ജോൺസൺ P മാത്യു, ലഫ്റ്റനന്റ് ജനറൽ ഉണ്ണികൃഷ്ണൻ നായർ എന്നിവർക്കാണ് പരംവിശിഷ്ട സേവാ മെഡൽ ലഭിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.